ദാരിദ്ര്യ ദുഃഖമകന്ന് സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? അതിനു പറ്റിയ ഒരു മന്ത്രമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത്. ഈ ഒരു മന്ത്രത്തെ നമുക്ക് പരിചയപ്പെടാം. സമൃദ്ധി ഗോപാല മന്ത്രം. കൃഷ്ണ ഭഗവാനെ ആരാണ് ഇഷ്ടപ്പെടാത്തത് അല്ലേ? എല്ലാവർക്കും കൃഷ്ണ ഭഗവാൻ ഇഷ്ടമാണ്. ഈ ഒരു മന്ത്രം ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളിലിരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ഗുണമാണ് ഉണ്ടാവുക. നമ്മൾ ജപസാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മന്ത്രം നമുക്ക് ആവുന്നിടത്തോളം നമുക്ക് ഇരുന്ന് ജപിക്കാവുന്നതാണ്. ഈ ഒരു മന്ത്രം നമുക്ക് കണ്ടെത്തി തന്നത് ഭഗവാൻ നാരദ ഋഷിയാണ്. അപ്പോൾ നമ്മൾ ഛന്ദസ് ചൊല്ലുന്ന സമയത്ത് മൃഗമുദ്ര പിടിച്ചതിന് ശേഷം നാരദ ഋഷി, ഛന്ദസ് എന്ന് പറയുന്നത് ജഗദീശ് ഛന്ദസ്സാണ്, അതിജഗദീശ് ഛന്ദ. അപ്പോൾ അതിജഗദീശ് ഛന്ദ. ഇതിൻ്റെ ദേവത എന്ന് പറയുന്നത് ശ്രീ വാസുദേവോ ദേവത. മൃഗമുദ്ര പിടിച്ച് ഹൃദയപത്മത്തിൽ വച്ചതിന് ശേഷം നമുക്ക് ചൊല്ലേണ്ടത് ശ്രീ വാസുദേവോ ദേവത. ഇനി ഈ മന്ത്രത്തിൻ്റെ ധ്യാനം ഇതാണ്. ഉദ്യതാദിത്യ സംഘാശോമണി സിംഹാസനാംബുജേ സമാസീനോ അച്യുതോ ധ്യേയോ ദ്രുതഹാടക സന്നിഭ പീതവാസാശ്ചക്ര ശംഖഗദ പത്മോജ്വലദ്ഭുജ രത്നാഭിപൂർണ കലശൈരഭിഷിക്തശ്ചരാശ്ചരൈ. ഇതാണ് ധ്യാനം. മന്ത്രം ജപിക്കുന്ന സമയത്ത് രാവിലെയാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുന്ന സമയത്ത് ഒരു ആവണപ്പലകയോ അല്ലെങ്കിൽ ഒരു പുൽപ്പായ ഇട്ടിട്ട് അതിൻ്റെ മുകളിലിരുന്ന് ജപിക്കുക. മനസ്സിന് ഏകാഗ്രതയോട് വേണം ജപിക്കാൻ. മന്ത്രം നമ്മൾ ഇനി പറയാൻ പോകുന്ന മന്ത്രം ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി മനനം ചെയ്ത് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം വേണം ജപിക്കാനിരിക്കാൻ. മൂലമന്ത്രം ഇതാണ്. ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ സർവസമൃദ്ധി മേ ദേഹി ദദാപയ ക്ലീം ഹ്രീം നമ. ഇതാണ് മൂലമന്ത്രം. ഈ ഒരു മൂലമന്ത്രമാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. ഈ ചൊല്ലിക്കഴിഞ്ഞാൽ ധനസമൃദ്ധി, സമ്പൽ സമൃദ്ധി, ഐശ്വര്യ സമൃദ്ധി ഒക്കെ ഉണ്ടാവുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി മനനം ചെയ്ത് മനസ്സിലാക്കി ഏകാഗ്രതയോടുകൂടി ജപിക്കുന്ന സമയത്ത് നിലവിളക്ക് 7 തിരിയോ 5 തിരിയോ നിലവിളക്ക് തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് ജപിച്ചാൽ വളരെയേറെ ബഹുവിശേഷമാണ്. ഏറ്റവും കൂടുതൽ ഫലപ്രയോജനം എന്ന് പറയുന്നത് ഈ ഒരു മന്ത്രം ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്ര സന്നിധിയിലിരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ഗുണം ലഭിക്കുന്നതാണ്. ഐശ്വര്യ സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയൊക്കെ ലഭിക്കാനുള്ള മറ്റൊരു മന്ത്രത്തെ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, കുബേര മന്ത്രം. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. മന്ത്രങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമെയിൽ എഴുതി ചോദിക്കാൻ മടിക്കരുത്. സംശയങ്ങളൊക്കെ അറിയിക്കേണ്ട വിലാസം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കേണ്ട വിലാസം THULASEDALATHIL@gmail.com. മറ്റൊരു അറിവിൽ മറ്റൊരു മന്ത്രോപരിചയവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.